ചീര താളിക്കുന്നതിന് ആവശ്യമായ സാധനങ്ങൾ: വലിയൊരു സവാള നൈസായി അരിഞ്ഞെടുത്തിട്ടുണ്ട്, ഒരു 3 പച്ചമുളക് നെടുകെ കീറി എടുത്തിട്ടുണ്ട്, ഒരു 3-4 ചെറിയുള്ളി പൊടിയായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചീര മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നല്ലപോലെ കഴുകിയെടുക്കണം. ഇതിൽ കല്ലും കൂടി അടിയിലിങ്ങനെ അടിഞ്ഞു വരും. അപ്പം നമ്മൾ നല്ലപോലെ 3-4 പ്രാവശ്യം കഴുകിയെടുത്ത ശേഷം ഇങ്ങനെ പിഴിഞ്ഞെടുക്കുക, മുകളിൽ നിന്ന് ഇങ്ങനെ പിഴിഞ്ഞെടുക്കുക. അടി അനക്കാൻ പാടില്ല, അപ്പം കല്ലങ്ങ് അടിഞ്ഞോളും. ഇങ്ങനെ വാരിയെടുക്കുക. ഈ ഉപ്പേരിയിലേക്ക് ഈ ഒരു നനഞ്ഞ വെള്ളമേ ആവശ്യമുള്ളൂ, ഇലയിൽ നനഞ്ഞ വെള്ളമേ ആവശ്യമുള്ളൂ. വേറെ വെള്ളം നമ്മൾ ചേർക്കാറില്ല കേട്ടോ. ഈ ഒരു നനവും മതി ഇത് വേവാൻ. അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കണം, വെള്ളം ഒഴിക്കരുത്. അപ്പോൾ ഉപ്പേരി ഒരുപാട് കുഴഞ്ഞു പോകും. നല്ലോണം കുടഞ്ഞു വേണം ഇതിൽ വയ്ക്കാൻ. ഇരുമ്പിൻ്റെ ഒരു ചീനച്ചട്ടിയാണ് ഇത് പാകം ചെയ്യാൻ നല്ലത്. ഞാനിവിടെ ഓടിൻ്റെ ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് വെളിച്ചെണ്ണ പറന്നെടുത്തിട്ടുണ്ട്, ഒരു 3 ടീസ്പൂൺ. സവാള ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളിയും പച്ചമുളകും ഇട്ട് കൊടുത്ത് നല്ലോണം ഇളക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഉപ്പിടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇലക്കറി ആയതുകൊണ്ട് വല്ലാതെ ഉപ്പ് പിടിക്കില്ല. ഒരു വിധം ബ്രൗൺ നിറം ആകുന്നത് വരെ ഇതിങ്ങനെ ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഉള്ളികളെല്ലാം മൊരിഞ്ഞ് സൂപ്പറായി വന്നിട്ടുണ്ട്. നല്ലൊരു മൊരിഞ്ഞ മണമൊക്കെ നമുക്ക് കിട്ടും. ഇനി ഇതിലേക്ക് നമ്മൾ ഈ കഴുകി വാരി വെച്ചിട്ടുള്ള ചീര ചേർക്കുകയാണ്. ഇതിൽ കുറച്ച് വെള്ളം ഉണ്ട് കേട്ടോ, കഴുകി വാരിയ വെള്ളം. നമുക്ക് കളയേണ്ട ആവശ്യമില്ല, അതിലാണിത് വേകാൻ പോകുന്നത്. ഇത് നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുക്കാം. തീയൊന്ന് താഴ്ത്തിയിട്ട് വേണം ഇളക്കാൻ, കാരണം ഇതിലെ വെള്ളം പെട്ടെന്ന് വറ്റരുത്. ഇത് ഞാൻ നല്ലപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് അടച്ചു വെക്കണം, എന്നിട്ട് തീ ഒന്ന് കൂട്ടി കൊടുക്കണം. 5 മിനിറ്റ് ഇങ്ങനെ അടച്ച് വേവിച്ചെടുക്കാം. കരിയാൻ പാടില്ല ഇത്, അപ്പം ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കണം. ഇപ്പോൾ ഒരു 4 മിനിറ്റ് ഇത് വന്നിട്ടുണ്ട്. ഒന്നും കൂടി നമുക്ക് അടച്ചു വെക്കാം. വീണ്ടും ഒരു 5 മിനിറ്റ് കൂടി നമുക്കിത് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ തീ താഴ്ത്തി കൊടുക്കണം. 5 മിനിറ്റിന് ശേഷം ഞാനിത് തുറന്ന് നോക്കുകയാണ്. അപ്പോൾ ചീരയിലേക്ക് ഇങ്ങനെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്നും കൂടി ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇത് വെന്ത് പാകമായിട്ടുണ്ട്. ഇനി നമ്മൾ അടച്ചു വെക്കേണ്ട ആവശ്യമില്ല, ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഈ വെള്ളമെല്ലാം വറ്റുമ്പോഴേക്കും ഈ ഒരു ചീര താളിച്ചത് സൂപ്പറായി വന്നിട്ടുണ്ടാവും. ഇത് ഏറ്റവും നല്ലത് വയസ്സായവർക്കാണ്, അവർക്ക് ശോധനയ്ക്ക് നല്ലതാണ്, ആരോഗ്യത്തിന് നല്ലതാണ്, കഞ്ഞിക്കാണ് സൂപ്പറായിരിക്കുക. ട്രൈ ചെയ്യണേ. ഇതിന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ചീരയുടെ ഇലകൾ മാത്രമേ എടുക്കാവൂ. ഒരിക്കലും ഇതിൽ വലിയ തണ്ടുകൾ പെടാൻ പാടില്ല. അങ്ങനെയാകുമ്പോൾ ഇതിന് ഈ ഒരു കുഴഞ്ഞ പരുവം കിട്ടില്ല. പുഴു ഉണ്ടോയെന്ന് നല്ലോണം നോക്കണം. ഇലയല്ലേ, അതും കൂടി ശ്രദ്ധിക്കണം. ഇനി നമുക്കിത് വാങ്ങിയെടുത്ത് ഉപയോഗിക്കാം. നാടൻ ചീരയാണ് ഏറ്റവും നല്ലത്. വാങ്ങുന്ന ചീരയാണെങ്കിൽ നിങ്ങൾ അരമണിക്കൂർ ഈ ചീര വെള്ളത്തിലിട്ട് വെക്കണം. ഇതിനൊരു മരുന്നിൻ്റെ മണവും
കീടനാശിനി തെളിച്ചതിൻ്റെ ഒരു ദോഷവശവും ഉള്ളതുകൊണ്ട് വെള്ളത്തിൽ മഞ്ഞപ്പൊടിയിൽ അരമണിക്കൂർ ഇട്ട് വെച്ച ശേഷം നന്നായി കഴുകി ഉപയോഗിക്കാവുന്നതാണ്. ഒന്ന് ആറിയ ശേഷം ഉപയോഗിച്ചാൽ ഒന്നും കൂടി ഒരു സ്വാദ് കിട്ടും. ഇളം ചൂടോടുകൂടിയും കഴിക്കാം. അടുത്ത ഡിഷുമായി വരുന്നതാണ്. ബൈ.